അപ്പോൾ അത് മാർച്ചിൽ പ്രഖ്യാപിക്കുന്നതിന് പകരം ഡിസംബറിൽ രണ്ടും കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു 250 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരന് 50 രൂപയോളം കൂടുതൽ വരും. മാർച്ച് മാസം കഴിഞ്ഞാൽ അത് 100 രൂപയിൽ കൂടുതലാവുന്ന സ്ഥിതിയാണ്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത രീതിയിൽ വൈദ്യുതി ചാർജ് കൂടുകയാണ്. മാത്രമല്ല ഡെപ്പോസിറ്റ് ചാർജ് അടക്കമുള്ള ഇത് അടുത്ത മാർച്ച് കഴിയുമ്പോഴേക്കും കൂടുമ്പോഴേക്കും വലിയ ബാധ്യത സാധാരണക്കാർക്കുണ്ടാവും. ഇത് ഇവരുടെ അനാസ്ഥ കൊണ്ടും അഴിമതി കൊണ്ടും ഉണ്ടാക്കി വെച്ച സംഭവമാണ്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വരുന്ന 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഒരു കരാറുണ്ടാക്കി. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 4 രൂപ 29 പൈസയ്ക്കാണ് വാങ്ങാൻ തീരുമാനിച്ചത്. 7 വർഷക്കാലം അവരത് നടത്തി. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും ആ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചു. 6 വർഷത്തിലധികം കാലം ഈ ഗവൺമെൻറ്റും വൈദ്യുതി വാങ്ങിച്ചു. 2 വർഷക്കാലം മുമ്പ് ആ കരാർ റദ്ദാക്കി. ഇത് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി 25 വർഷത്തേക്ക് വാങ്ങിക്കുന്ന കരാർ റദ്ദാക്കി. എന്നിട്ട് കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്കാണ് വൈദ്യുതി മേടിച്ചത്? 1 പൈസ കുറച്ചല്ല മേടിച്ചത്. 6 രൂപ മുതൽ 12 രൂപ വരെ വൈദ്യുതി വാങ്ങിച്ചു. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാനുള്ള കരാർ റദ്ദാക്കിയിട്ട് 12 രൂപ എന്ന 3 ഇരട്ടിക്ക് വരെ ഇവർ വൈദ്യുതി ചാർജ് വാങ്ങിച്ചു. അതായത് ഒരു ദിവസം 15-20 കോടി രൂപ ഈ വൈദ്യുതി മേടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടായി. അധികം തുക ചെലവാക്കേണ്ടി വന്നു. അതാണ് വലിയ ബാധ്യതയിലേക്ക് പോയത്. UDF ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി 20 പൈസ കുറച്ചു കൊടുത്ത. അതുവരെ ഉണ്ടായിരുന്ന വലിയ കടങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവന്നു. 1000 ചില്ലാൻ കോടി രൂപ മാത്രമാക്കി കടം 2016. ഈ 2024 ആയപ്പോൾ കടം 1083 കോടി രൂപയിൽ നിന്ന് 45,000 കോടി രൂപയാക്കി വർദ്ധിച്ചു. എന്തുകൊണ്ടാണ്? ഈ ബാധ്യതയാണ്. അപ്പോൾ കരാർ റദ്ദാക്കിയിട്ട് അദാനി കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ധാരണ ഉണ്ടാക്കിയത്. അദാനി കമ്പനിക്ക് അവസാനം അത് റദ്ദാക്കി, കരാർ റദ്ദാക്കിയ നടപടി റദ്ദാക്കി. അപ്പോൾ അവർ കേസിന് പോയിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി. ഇതിൻ്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ്. ജനങ്ങളെ വീണ്ടും വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ വീണ്ടും ഷോക്കടിപ്പിക്കുന്ന ഈ പരിപാടി ഇത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. കോൺഗ്രസും UDFും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരമുഖത്തേക്കാണ് പോകുന്നത്.